ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും KV സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പോകുന്നത് നമ്മുടെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ബീർബൽ കി കിച്ചടി എന്ന് പറഞ്ഞിരിക്കുന്ന പാഠം ആണ്. ഇതൊരു കഹാനിയാണ്. അപ്പം പാഠത്തിലേക്ക് പോയാലോ? അക്ബർ കെ ദർബാർ മേ അനേക് വിദ്വാൻ തേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന അക്ബർ എന്ന് പറയുന്നത് നമ്മുടെ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ ദർബാർ രാജസദസ്സിൽ ഒരുപാട് വിദ്വാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേൺഡ് മാൻ, സ്കോളർ, പണ്ഡിതൻ, അറിവുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഒരുപാട് അറിവുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ബീർബൽ ഉനിമേസെ ഏക് തേ. അതിൽ ഒരാളായിരുന്നു ബീർബൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആള്. വേ അപ്പനെ ചതുരായി കേലിയെ ബഡേ പ്രസിദ്ധ തേ. അദ്ദേഹത്തിൻ്റെ ചതുരായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലവർനെസ്, മിടുക്കിന് ഒരുപാട് പ്രശസ്തനായിരുന്നു. അപ്പനെ ചതുരായി സെ വേ ബാദ്ഷാഹ് കോ ഭി ഹരാ ദേത്തെ തേ. ബീർബൽ അദ്ദേഹത്തിൻ്റെ മിടുക്ക് കൊണ്ട് നമ്മുടെ രാജാവിനെ പോലും തോൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടോ അക്ബർ ഓർ ബീർബൽ के बारे में अनेक कहानियाँ प्रसिद्ध है. നമ്മുടെ ഈ അക്ബർ ചക്രവർത്തിയുടെയും ബീർബലിനെയും പറ്റിയുള്ള ഒരുപാട് സിദ്ധമായിട്ടുള്ള കഥകളുണ്ട്. ലോകുനെ ബഡേ ചാവ്സെ സുനത്തെ സുനാത്തെ ഹേ. നമ്മൾ ഒരുപാട് ആളുകൾ ആ കഥകളെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി കേൾക്കുകയും ചെയ്യുന്നു. അതുപോലെ അവരുടെ കഥകൾ മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഏക് ബാർ കി ബാത്ത്. ഒരു സമയത്തെ കാര്യമാണ്. അക്ബർ കിസി ഗാവ് സെ ഹോക്കർ ജാ രഹേ തേ. നമ്മുടെ അക്ബർ ചക്രവർത്തി ഇത് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ അക്ബർ ചക്രവർത്തി ഒരു ഗ്രാമത്തിലൂടെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. സർദി കെ ദിൻ തേ. അപ്പർ വിന്റർ സീസൺ ആയിരുന്നു. വളരെ തണുപ്പുള്ള കാലം ആയിരുന്നു. ഗാവ് കെ ലോഗ് आग जलाकर ये चारों ओर बैठे बातें कर रहे थे. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള ആളുകൾ ആഗ് ജലാക്കർ, ഈ ചിത്രത്തിലുണ്ട്, തീ കത്തിച്ചിട്ട് അതിൻ്റെ ചുറ്റിനുമിരുന്ന് തീ കാഞ്ഞുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. जब बादशाह अपने साथियों के साथ वहां पहुंचे तो एक व्यक्ति कहा. നമ്മുടെ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളോടൊപ്പം ആ സ്ഥലത്ത് എത്തിയപ്പോൾ ഈ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നതിലെ ഒരു വ്യക്തി എണ്ണീറ്റ് നിൽക്കുന്ന ആളെ കണ്ടില്ലയോ? ആ വ്യക്തി എണ്ണീറ്റ് നിന്നിട്ട് പറയുകയാണ്, कि मैं यमुना के पानी में रात भर खड़ा रह सकता हूँ. ഈ തണുപ്പുള്ള രാത്രിയിലും യമുന നദിയുടെ തണുത്ത വെള്ളത്തിൽ ഒരു രാത്രി മുഴുവനും നിൽക്കാനുള്ള കഴിവ് എനിക്ക് ഉണ്ട് എന്ന്. അക്ബർക്കോ ഇസ് ബാത്ത് കാ വിശ്വാസ് നഹി ഹുവാ. ഇത് കേട്ടപ്പോൾ നമ്മുടെ അക്ബർ ചക്രവർത്തിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഉन्होंने उस व्यक्ति से कहा कि यदि तुम सारी रात पानी में खड़े रहे तो मैं तुम्हें थैली भर मोहरे इनाम में दूंगा. അപ്പം ഇത് കേട്ടതും നമ്മുടെ രാജാവ് പറഞ്ഞു, ശരി, നീ ഒരു കാര്യം ചെയ്യ്, ഒരു രാത്രി മുഴുവനും നീ ഇപ്പോൾ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ യമുനാ നദിയുടെ വെള്ളത്തിൽ നിൽക്കൂ. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഒരു സഞ്ചി നിറയെ, മോഹരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് കോയിൻസ്, സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായിട്ട് തരുന്നതായിരിക്കുമെന്ന്. അപ്പോഴത്തേക്കും ആ വ്യക്തി ബഹുമാൻ ഗയാ, വ്യക്തി സമ്മതിച്ചു. ശരി, രാജാവിൻ്റെ ബെറ്റ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഒരു രാത്രി മുഴുവനും യമുനാ നദിയുടെ തണുത്ത വെള്ളത്തിൽ നിന്നിട്ട് അടുത്ത ദിവസം ഞാൻ കൊട്ടാരത്തിൽ സമ്മാനം സ്വീകരിക്കുന്നതിനായിട്ട് വരുന്നതായിരിക്കുമെന്ന് ആ വ്യക്തി പറഞ്ഞു. അഗ്ലി രാത് വഹ് വ്യക്തി യമുന കെ ടണ്ടേ ജൽ മേ പൂരി രാത് കടാ രഹ. തൊട്ടടുത്ത രാത്രിയിൽ തന്നെ ഈ പറഞ്ഞ വ്യക്തിയാണെങ്കിലും നമ്മുടെ യമുനാ നദിയുടെ ഐസിനേക്കാളും തണുത്ത
വെള്ളത്തില് ആ തണുത്ത രാത്രി മുഴുവനും നിന്നു. എന്നിട്ടോ പ്രാതഃ രാവിലെ വഹ് ബാദുഷാഹ് കെ ദർബാർ മേ ആയാ, രാവിലെ ആയപ്പോഴത്തേക്കും അദ്ദേഹം നമ്മുടെ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിലേക്ക് വന്നു. बादशाह ने आश्चर्य से पूछा, तुम इतनी सर्दी में सारी रात पानी में कैसे खड़े रहे? ഈ വ്യക്തിയെ കണ്ടപ്പം ബാദഷാഹ് നമ്മുടെ ചക്രവർത്തി ആശ്ചര്യപ്പെട്ടിട്ട് ചോദിച്ചു, നീ ഇത്രയും തണുത്ത രാത്രിയിലും ആ തണുത്ത വെള്ളത്തിൽ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത് എന്ന്, ഒരു രാത്രി മുഴുവനും എങ്ങനെയാണ് നിന്നത് എന്ന്. ഉസ്നെ നമ്രദാസെ ഉത്തർ ദിയ, രാജാവിൻ്റെ ചോദ്യം കേട്ടതും വളരെ റെസ്പെക്റ്റോടു കൂടി തന്നെ ആ വ്യക്തി പറഞ്ഞു, മഹാരാജ ആപ്കെ രാജ്മഹൽ സെ ദീപക് കാ പ്രകാശ് ആ രഹാ താ, രാജാവേ അങ്ങയുടെ കൊട്ടാരത്തിൽ നിന്നും ഒരു ചെറിയ ദീപത്തിൻ്റെ വെളിച്ചം വരുന്നുണ്ടായിരുന്നു. മേ ഉസേ ദേഖ്തേ ഹുയേ സാരി രാത് പാനി മേ ഖടാ രഹാ, ആ ദീപത്തെ നോക്കി നിന്നുകൊണ്ടാണ് ഞാൻ ഈ രാത്രി മുഴുവനും ആ തണുത്ത വെള്ളത്തിൽ കഴിച്ചു കൂട്ടിയതെന്ന് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. എന്നിട്ടോ ബാദഷാഹിനെ കഹാ, തോ तुम मेरे दीपक की गर्मी के कारण ही सर्दी से बच सके. അപ്പം ചക്രവർത്തി പറഞ്ഞു, ആ ശരി, അപ്പം നീ എൻ്റെ ചെറിയ ദീപത്തിൽ നിന്നും വരുന്ന ചൂട് കാരണമാണ് തണുപ്പിൽ നിന്നും രക്ഷപ്പെട്ടത് അല്ലേ? തുമേ കോയി ഇനാം നൈ ദിയാ ജായേഗ, അതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ സമ്മാനം ഒന്നും തന്നെ തരാൻ പോകുന്നില്ല എന്ന്. പാവം അല്ലേ? ബഹുത്ത് ദുഃഖി ഹുയി, ആ വ്യക്തി ഭയങ്കരമായിട്ട് ദുഃഖിച്ചു. ഓർ ഉദാസ് ഹോക്കർ ചലാ ഗയ, എന്നിട്ട് വിഷമത്തോടു കൂടി അദ്ദേഹം അവിടെ നിന്ന് പോകുകയും ചെയ്തു. ഉസ് സമയ ബീർബൽ ഫി ദർബാർ മേ ഉപസ്ഥിത് തേ, ആ സമയത്ത് രാജസദസ്സിൽ നമ്മുടെ ബീർബലും ഉണ്ടായിരുന്നു. ഉനോനെ സോച്ച, ബീർബല് ചിന്തിച്ചു, ഇസ് ദുഃഖി വ്യക്തിക്ക് സഹായത കർണി ചാഹിയേ, ഈ ദുഃഖിതനായിട്ടുള്ള മനുഷ്യനെ തീർച്ചയായിട്ടും സഹായിക്കണമെന്ന്. എന്നിട്ടോ ദൂസരേ ദിൻ ബീർബൽ ദർബാർ മേ നഹി ആയ, തൊട്ടടുത്ത ദിവസം നമ്മുടെ ബീർബല് രാജസദസ്സിൽ വന്നില്ല. അക്ബർ കോ ചിന്ത ഹുയി കി കഹി ബീർബൽ ബീമാർ തോ നഹി പഡ് ഗയേ, അക്ബർ ചക്രവർത്തി ചിന്താകുലനായി. എന്താണ് ബീർബലിന് ഇനി പനിയോ മറ്റോ ആണോ? എന്താ രാജസദസ്സിലേക്ക് അദ്ദേഹം വരാതിരുന്നത്? ഉന്നോനെ ബീർബൽ കോ ബുലാവ ബേജ, അതുകൊണ്ട് തന്നെ ബീർബൽ വിളിക്കുവാനായിട്ട് അദ്ദേഹം ഒരു ഭടനെ പറഞ്ഞയച്ചു. बीरबल ने कहलवाया कि मैं खिचड़ी पका रहा हूँ, पक जाने पर दरबार में उपस्थित हो जाऊंगा. അപ്പം ആ ഭടനോട് ബീർബൽ പറഞ്ഞയച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കിച്ചടി ഉണ്ടാക്കുകയാണ്. കിച്ചടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയും അതുപോലെ ദാലും പിന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്തുണ്ടാക്കുന്ന ആഹാരമാണ്. ഈ ഫോട്ടോയിൽ കാണുന്നതിൻ്റെ കൂട്ടുള്ള ഒരു തരം ആഹാരമാണ്. അപ്പോൾ ആ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എപ്പോഴാണോ ഉണ്ടായി കഴിയുന്നത് അന്നേരം തന്നെ ഞാൻ രാജസദസ്സിൽ എത്തിച്ചേർന്നതായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. अगले दिन बीरबल को फिर दरबार में न देखकर बादशाह ने कुछ सोचा. अगले दिन തൊട്ടടുത്ത ദിവസവും ബീർബലിനെ വീണ്ടും ദർബാറിൽ കാണാത്തത് കാരണം ചക്രവർത്തി വീണ്ടും ചിന്താകുലനായി. ഫിർ വേ ബോലെ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ചലോ സ്വയം ഹി ചൽക്കർ ദേഖേ കി ബീർബൽ കൈസേ കിച്ചടി പക്കാ രഹേ ഹേ. ബീർബൽ ഇതുവരെയായിട്ടും കിച്ചടി ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? ശരി, ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ നേരിട്ട് പോയി നോക്കട്ടെ എന്ത് തരത്തിലുള്ള കിച്ചടിയാണ് ഉണ്ടാക്കുന്നതെന്ന്. ജബ് ബാദഷാഹ് ബീർബൽ കെ യഹാ പഹൂഞ്ചേ, നമ്മുടെ ചക്രവർത്തി ബീർബലിന്റെ അടുത്തെത്തിയപ്പോൾ തൂനോനെ ദേക്കാക്കി, അദ്ദേഹം കണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ एक बहुत लंबे बांस के ऊपरी सिरे पर एक हांडी ലട്കി ഹുയി ഹേ. അദ്ദേഹം കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 നീളമുള്ള
ഈറയുടെ മുകളിലായിട്ട് ഒരു ഹാൻഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺകുടം തൂക്കിയിട്ടിരിക്കുന്നു. ഹാൻഡി സെ ബഹുത് നീച്ചെ ഭൂമി പർ ബഹുത് തോടി സി ആഗ് ജൽ രഹി ഹെ. എന്നിട്ട് അതിൽ നിന്നും ഒരുപാട് താഴെയായിട്ട് കുറച്ച് വിറക് ഉപയോഗിച്ചിട്ട് വളരെ ചെറിയ രീതിയിൽ മാത്രം തീ കൊടുത്തിരിക്കുന്നു. ബാദുഷാഹിനെ ഹൈറാനി സെ പൂച്ച. ഇത് കണ്ടതും നമ്മുടെ ചക്രവർത്തി അതിശയത്തോടു കൂടി ബീർബലിനോട് ചോദിച്ചു, ബീർബൽ, भला यह खिचड़ी कैसे पक सकती है? हांडी तो आग से बहुत दूर है. ബീർബലെ, നീ എന്താ ഈ ചെയ്യുന്നത്? ഈ മൺകുടമാണെന്നുണ്ടെങ്കിൽ തീയിൽ നിന്നും ഒരുപാട് പൊക്കത്തിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെങ്ങനെ ചൂട് കിട്ടും? ഇതിനുള്ളിലെ കിച്ചടി എപ്പോൾ പാകമാകും എന്നാ. അപ്പം ബീർബൽ എന്താ മറുപടി പറഞ്ഞത്? बीरबल ने उत्तर दिया, हुजूर, अगर वह व्यक्ति राजमहल के दीपक की गर्मी के सहारे सारी रात ठंडे पानी में खड़ा रह सकता है तो इस आग से मेरी किचड़ी क्यों नहीं पक सकती? നമ്മുടെ ചക്രവർത്തിയോട് ബീർബൽ പറയുകയാണ്, അല്ലയോ തമ്പുരാനെ, താങ്കൾ പറഞ്ഞതനുസരിച്ച് നമ്മുടെ കൊട്ടാരത്തിൽ നിന്നും വരുന്ന ചെറിയൊരു വിളക്കിൻ്റെ ചൂടുകൊണ്ട് ഒരു രാത്രി മുഴുവൻ യമുന നദിയുടെ തണുത്ത വെള്ളത്തിൽ നിൽക്കാൻ പറ്റും എന്നല്ലേ? എങ്കിൽ ഇത്രയും തീ കൊണ്ട് എൻ്റെ മൺകുടത്തിലെ കിച്ചടി എന്തുകൊണ്ട് വേകില്ല? അങ്ങ് തന്നെ പറഞ്ഞേ, അത് തീർച്ചയായിട്ടും പാകമാകുക തന്നെ ചെയ്യും. അക്ബർക്കോ ബാത് സമജ് മേ ആ ഗയി. ബീർബലിൻ്റെ ഈ മറുപടി കേട്ടപ്പോൾ രാജാവിൻ്റെ തനിക്ക് പറ്റിയ തെറ്റ് മനസ്സിലായി. തൻ്റെ കൊട്ടാരത്തിൽ നിന്നും ഒരുപാട് അകലെയാണ് യമുന നദി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ കൊട്ടാരത്തിലെ ഒരു വിളക്കിൽ നിന്നും വരുന്ന ചെറിയ ചൂടിന് ഒരു കാരണവശാലും യമുന നദിയിൽ നിൽക്കുന്ന ആ വ്യക്തിയുടെ തണുപ്പ് കുറയ്ക്കാൻ പറ്റുന്നതല്ല എന്ന്. ഉन्होंने दूसरे दिन उस व्यक्ति को दरबार में बुलाया. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ, ആ തണുത്ത വെള്ളത്തിൽ നിന്ന ആ വ്യക്തിയെ തൊട്ടടുത്ത ദിവസം തന്നെ രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയും ഓർ ബഡേ സമ്മാൻ കെ സാത്ത്, വളരെയധികം ബഹുമാനത്തോടു കൂടി തന്നെ ഉസേ മോഹറോം കി തൈലി ഭേട്ട് കരുതി, അദ്ദേഹത്തിന് നമ്മുടെ ഈ ഒരു സഞ്ചി മുഴുവനും സ്വർണ്ണ നാണയം കൊടുക്കുകയും ചെയ്തു. അപ്പം സൂപ്പർ കഥയായിരുന്നു അല്ലേ? അടുത്ത വീഡിയോയിൽ അടുത്ത കഥയുമായിട്ട് വരുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.